എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 സെപ്റ്റംബർ 12, 13 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്, ഒരുപാട് എക്സാംസ് നടക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ 10th ലെവൽ അല്ലെങ്കിൽ 12th ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഫോഴ്സ് എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി നോക്കി നടക്കുന്നവരായിരിക്കാം. സോ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഞങ്ങളുടെ ആശാൻ ക്ലാസ്സിലുണ്ട്. ടാലന്റിന്റെ റാങ്ക് ഫയൽ ടീം അവതരിപ്പിക്കുന്ന ആശാൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോകൾ സ്വന്തമാക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റഡി നോട്ടുകൾ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, ഇനി അതുപോലെ തന്നെ മെന്റർ സപ്പോർട്ട്, അതുപോലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക. അതായത് www.veranta.talentkerala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സ് അതിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് അധികം സമയം ബാക്കിയില്ല, വളരെ കുറച്ച് സമയം മാത്രം. അപ്പോൾ പേപ്പർ 2 സ്പെഷ്യൽ ടോപ്പിക് ആണ്, അതിന് വളരെ കാര്യമായ ഒരു പ്രാധാന്യം കൊടുത്തേ മതിയാവുകയുള്ളൂ. സോ അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ടാലന്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com-ലും ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ 2025-26 പൊതുവെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുള്ള സമയമാണ്, ഒരുപാട് എക്സാംസ് നടക്കാനുള്ള സമയമാണ്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിബ്കോ LDC, അങ്ങനെ എക്സാംസ് ഒരുപാടാണ്. സോ PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്ത കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്ന. സോ നമ്മുടെ ആദ്യത്തെ പോയിന്റ് തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. 2025 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. ഇതിനൊരു സാഹചര്യം നമുക്കറിയാം അല്ലേ, ജഗദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ആ ഒരു ഒഴിവിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകപക്ഷീയമായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുമെന്ന് വിചാരിച്ചെടുത്ത് എന്തായിരുന്നു, പ്രതിപക്ഷത്ത് നിന്നും ഭരണപക്ഷത്ത് നിന്നും ഓരോ സ്ഥാനാർത്ഥികളെ വീതം നിർത്തുകയും ഒരു ഇലക്ഷൻ നടക്കുകയും ചെയ്തു. സോ അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. പ്രത്യേകിച്ച് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷയ്ക്കോ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ 2025 നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് എന്നാണെന്ന് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. 2025 ഓഗസ്റ്റ് 7-നാണ് ഈ ഒരു വിജ്ഞാപനം വന്നത്. ഇനി അതിന്റെ തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും ഒരേ ദിവസമായിരുന്നു. ഏത് ദിവസം? 2025 സെപ്റ്റംബർ 9. അപ്പോൾ 2025 ഓഗസ്റ്റ് 7-ന് എന്താണ് നോട്ടിഫിക്കേഷൻ വരികയും 2025 സെപ്റ്റംബർ 9-ന് എന്ത് ചെയ്തു, ഇലക്ഷൻ നടക്കുകയും ചെയ്തു. അന്ന് തന്നെയായിരുന്നു വോട്ടെണ്ണലും. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ ആരായിരുന്നു? അത് PC മോദി. ആരാണ്? PC മോദിയാണ്. അപ്പോൾ ഇദ്ദേഹം നിലവിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണ്. ആരെന്ന് പറയുന്നത്? PC മോദി. അപ്പോൾ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന PC മോദിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈ ഒരു ഇലക്ഷനിൽ വിജയിച്ചത് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇലക്ട് ചെയ്യപ്പെട്ടത് ആരാണ്? അത് CP രാധാകൃഷ്ണൻ. ആരാണ്? CP രാധാകൃഷ്ണനാണ്. ആക്ച്വലി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകുന്ന 15ാമത് വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? CP രാധാകൃഷ്ണൻ. ഇപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ എന്താണ് 15ാമത് ഉപരാഷ്ട്രപതി എന്നാണ് എന്ത് ചെയ്യുന്നത്, ന്യൂസ് ഹെഡിങ്സ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകുന്ന 15ാമത് വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? CP രാധാകൃഷ്ണൻ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇനി തവണ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതി. ഇത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കി തരാം. അതായത് നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണൻ, അദ്ദേഹം 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപരാഷ്ട്രപതി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമീദ് അൻസാരി, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, 2 തവണ ഉപരാഷ്ട്രപതി ആയിട്ടുണ്ട്. സോ ആ 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 17ാമത് തവണ. അപ്പോൾ അതുകൂടി കൃത്യമാണെന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, 15ാമത് എന്താണ് വ്യക്തിയാണ്, അതുപോലെ തന്നെ 17ാമത് ഉപരാഷ്ട്രപതി. തവണ വെച്ച് നോക്കുമ്പോൾ, ടേംസ് വെച്ച് നോക്കുമ്പോൾ 17 വ്യക്തിയാണെങ്കിൽ എന്താണ് 15-ആണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. ഇതാണ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരിക്കുകയാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുന്നത്. നിലവിൽ അദ്ദേഹം മഹാരാഷ്ട്ര
മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഉപരാഷ്ട്രപതി ആവുന്നു. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യണം, ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക, ഉടനെ തന്നെ മഹാരാഷ്ട്രയ്ക്ക് പുതിയൊരു ഗവർണർ വരും. അത് നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ദെൻ അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ അദ്ദേഹം വഹിച്ച മറ്റ് പ്രധാനപ്പെട്ട പദവികൾ എന്തൊക്കെയാണ്? അതിലൊന്ന് 2023-24 കാലഘട്ടത്തിൽ ഇദ്ദേഹം ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. അപ്പൊ 2023-24 കാലഘട്ടത്തിൽ ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. അതുപോലെ തന്നെ 2024 ഇദ്ദേഹത്തിന് തെലങ്കാനയുടെയും അതുപോലെ തന്നെ പുതുച്ചേരിയുടെ എന്താണ് ലഫ്റ്റനന്റ് ഗവർണർ എന്താണ് പദവി, അധിക ചുമതലയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2024 തെലങ്കാനയുടെ ഗവർണറായിട്ടും അതുപോലെ തന്നെ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രാധാകൃഷ്ണൻ അധിക ചുമതല വഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം മുൻപ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയമ്പത്തൂർ, തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നും 1998-ലും 1999-ലും എന്ത് ചെയ്തു, ഇദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ദെൻ ഇദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും ആരാണ് വിജയിച്ചത് അല്ലെങ്കിൽ ആരാണ് ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി എന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കും. ആരാണ്? രാധാകൃഷ്ണനാണ്, നമുക്കറിയാം. ഇനി ആരാണ് അദ്ദേഹത്തിന് എതിരെ മത്സരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി. ആരാണ്? ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് രാധാകൃഷ്ണൻ എതിരെ മത്സരിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ്. അതായത് എത്ര വോട്ടുകളാണ് ഉണ്ടായിരുന്നത്, അതിൽ എത്ര എണ്ണം പോൾ ചെയ്തു, എവിടെ വെച്ചാണ് പോളിംഗ് നടന്നത്. സോ അതിൽ ആദ്യത്തേത് പാർലമെന്റ് മന്ദിരത്തിലെ F101 വസുധ എന്ന് പറയുന്ന മുറിയിലാണ് എന്ത് ചെയ്തത്, വോട്ടെടുപ്പ് നടന്നത്. അത് ആദ്യമേ നോട്ട് ചെയ്യുക. ദെൻ ഇലക്ടറൽ കോളേജിൽ നിലവിൽ 781 MP-മാർ ഉണ്ടായിരുന്നു. ആകെ വോട്ട് എന്ന് പറയുന്നത് 781 ആണ്. അതിലാകെ പോൾ ചെയ്ത വോട്ട് 767. സോ നോട്ട് ചെയ്യുക, 781 വോട്ടിൽ 767 വോട്ടുകളാണ് എന്ത് ചെയ്തത്, പോൾ ചെയ്തത്. ഇനി ആ 767 വോട്ടുകൾ എങ്ങനെയൊക്കെയാണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ 15 വോട്ടുകൾ അസാധുവായിരുന്നു. എത്രയാണ്? 15 വോട്ടുകൾ അസാധുവായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ 300 വോട്ടുകളാണ് ആർക്ക്, സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത്. 300 വോട്ടുകളാണ് സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ രാധാകൃഷ്ണൻ ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് 452 ആണ്. എത്രയാണ്? 452 വോട്ടുകളാണ് ആർക്ക് ലഭിച്ചത്, രാധാകൃഷ്ണൻ ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 152 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ആകെ വോട്ടുകൾ 781, അതിൽ പോൾ ചെയ്തത് 767, അതിൽ രാധാകൃഷ്ണന് 452, സുദർശൻ റെഡ്ഡിക്ക് 300, 15 വോട്ടുകൾ അസാധുവായി. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 152 ആണ്. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഡീപ്പായിട്ട് ചർച്ച ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തവണയായിട്ട് PSC ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കണം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാം സമഗ്ര നഗര നയം രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. സോ കേരളം എന്ത് ചെയ്യുന്നു, ഒരു കോൺക്ലേവ്, അതായത് കേരള അർബൻ കോൺക്ലേവ് സംഘടിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ത് ചെയ്യുന്നു, കേരള അർബൻ കോൺക്ലേവ് 2025 സംഘടിപ്പിക്കുകയാണ്. അതിന്റെ വേദി എവിടെയാണ്? അത് കൊച്ചി. എവിടെയാണ്? കൊച്ചിയാണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള അർബൻ കോൺക്ലേവ് 2025 വേദി എവിടെയാണ്? കൊച്ചിയാണ്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2025. ഏതാണ്? സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ്. നമ്മൾ ഓൾറെഡി ഒരു അവാർഡ് ചർച്ച ചെയ്തു, അത് സ്വച്ഛ സർവേക്ഷൺ അവാർഡാണ്. ഇത് അതല്ല, സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2025. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട 3 കാറ്റഗറികളാണുള്ളത്. അത് ആദ്യമേ നോട്ട് ചെയ്യുക. അതിൽ ആദ്യത്തെ കാറ്റഗറി ഇതാണ്. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമത് വന്നത് ഏത് നഗരമാണ്? എന്താണ് പറഞ്ഞത്? 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമത് വന്നത് ഏതാണ്? അത് ഇൻഡോർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി 3 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമത് വന്നത് ആരാണ്? അപ്പൊ ആദ്യം പറഞ്ഞത് 10 ലക്ഷത്തിലധികമാണ്. അടുത്തത് 3 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ്. അത് അമരാവതിയാണ്. ഈ ഇൻഡോർ മധ്യപ്രദേശ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഈ അമരാവതി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ അമരാവതിയാണ്, അല്ലാതെ അമരാവതി അല്ല കേട്ടോ. അമരാവതി, മഹാരാഷ്ട്രയിലെ അമരാവതിയാണ് 3 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമത് വന്നത്. ഇനി അടുത്തത് 3 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമത് വന്നത് ദേവാസ്. ഏതാണ്? ദേവാസ് ആണ്. ഈ ദേവാസ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പൊ അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കർണാടകയുടെ ഒരു പരമോന്നത പുരസ്കാരം. എന്താണ്? കർണാടക രത്ന പുരസ്കാരം. എന്താണ്? കർണാടക രത്ന എന്ന് പറയുന്നത് കർണാടകയുടെ പരമോന്നതമായ ഒരു പുരസ്കാരമാണ്. അപ്പോൾ അത് 2 വ്യക്തികൾക്ക് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തിടെ കർണാടക
കർണാടക മന്ത്രിമാരുടെ എന്താണ് ആ ഒരു ക്യാബിനറ്റ് മീറ്റിംഗിൽ ഒരു തീരുമാനമുണ്ടായി. വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങൾക്ക് അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിലെ 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് കർണാടക രത്ന പുരസ്കാരം നൽകാനായിട്ട് തീരുമാനിച്ചു. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടർ വിഷ്ണുവർദ്ധൻ, അതുപോലെ തന്നെ ബി സരോജാദേവി. ഈ ബി സരോജാദേവി ഈ ഇടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കാരണം 2025 ജൂലൈ മാസം 14-ാം തീയതിയാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന സരോജാദേവി അന്തരിച്ചത്. അതായത് അഭിനയ സരസ്വതി എന്നും അതുപോലെ തന്നെ കന്നഡത്ത് പൈങ്കിളി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയാണ് ആരെന്ന് പറയുന്നത് സരോജാദേവി എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ആ സരോജാദേവിക്ക് അതുപോലെ തന്നെ ഡോക്ടർ വിഷ്ണുവർദ്ധനം എന്ന് പറയുന്നത് കന്നഡയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ആരെന്ന് പറയുന്നത് വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്നത്. അദ്ദേഹം 2009 ഡിസംബർ മാസം 30-ാം തീയതിയാണ് അന്തരിച്ചത്. സോ അദ്ദേഹത്തിന് ഇവർക്ക് 2 പേർക്കും മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് നൽകാനായിട്ട് കർണാടക രത്ന പുരസ്കാരം നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യും. അടുത്തത് വീണ്ടും മറ്റൊരു പുരസ്കാരം, അതായത് ദ്രാവിഡ ഭാഷ ട്രാൻസ്ലേറ്റേഴ്സ് അസോസിയേഷന്റെ 2025 വിവർത്തന പുരസ്കാരം നേടിയത് ആരാണ്? എന്താണ് ദ്രാവിഡ ഭാഷ ട്രാൻസ്ലേറ്റേഴ്സ് അസോസിയേഷന്റെ 2025 വിവർത്തന പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ മോഹൻ കുണ്ടാർ. ആരാണ്? ഡോക്ടർ മോഹൻ കുണ്ടാർ ആണ്. അപ്പൊ എന്തുകൊണ്ട് ഈ അവാർഡ് ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പുരസ്കാരത്തിന് അർഹമാക്കിയ വിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീനാണ്. അതായത് നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് ഈ പറയുന്ന മോഹൻ കുണ്ടാറിന് ദ്രാവിഡ ഭാഷ ട്രാൻസ്ലേറ്റേഴ്സ് അസോസിയേഷന്റെ വിവർത്തന പുരസ്കാരം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ജന്മവാർഷികമാണ്. അതായത് 2026 100ാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ആസമീസ് കവി ആരെന്നുള്ളതാണ്. അപ്പൊ 2026 കാര്യമല്ലേ ഇപ്പോഴേ ഓർത്തു വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്രം അദ്ദേഹത്തിന്റെ പേര് ഭൂപൻ ഹസാരിക. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഭൂപൻ ഹസാരിക അദ്ദേഹത്തിന്റെ 100ാമത് ജന്മവാർഷികം 2026 സോ അതിനുവേണ്ടിയുള്ള ആഘോഷങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം ജനിച്ചത് 1926 കാര്യം ഓർക്കുക. ഇദ്ദേഹം മരണപ്പെട്ടത് 2011 ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന കിട്ടി. അപ്പോൾ 2019 എന്താ ഭൂപൻ ഹസാരികയ്ക്ക് ഭാരതരത്ന കിട്ടിയത്. അത് മരണാനന്തര ബഹുമതിയായിട്ടാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. മറ്റു കാര്യങ്ങളൊക്കെ അതായത് ഇദ്ദേഹത്തിന്റെ ജന്മവാർഷികവുമായിട്ട് മറ്റുള്ള അപ്ഡേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വഴിയെ ചർച്ച ചെയ്യാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്കായിട്ടുള്ള പുതുക്കിയ UPI പരിധി എത്രയാണ്? അപ്പോൾ എന്താണ് പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്കുള്ള പുതുക്കിയ UPI പരിധി എത്രയാണ്? 10 ലക്ഷം രൂപയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് അയക്കാനുള്ള പരിധി എന്ന് പറയുന്നത് ഇപ്പോഴും എത്ര തന്നെയാണ്? 1 ലക്ഷം തന്നെയാണ് കേട്ടോ. ഇതിന് യാതൊരു ചേഞ്ചും ഇല്ല. പേഴ്സൺ ടു മർച്ചന്റ് ആണ് ചേഞ്ച് വന്നിരിക്കുന്നത്. എത്രയാണ്? 10 ലക്ഷം ആക്കിയിരിക്കുന്നു. എന്നാൽ പേഴ്സൺ ടു പേഴ്സൺ എത്രയില്ല, വേറെ അപ്ഡേഷൻ ഒന്നുമില്ല, അത് 1 ലക്ഷം തന്നെയാണ്. അത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഡാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് അടുത്തിടെ എത്യോപ്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അണക്കെട്ടിന്റെ പേര് എന്താണ്? അത് ഗ്രാൻഡ് എത്യോപ്യൻ റെനൈസൻസ് ഡാം എന്നാണ് അതിന്റെ പേര്. എന്താണ്? ഗ്രാൻഡ് എത്യോപ്യൻ റെനൈസൻസ് ഡാം എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. ഇതിന്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഒന്നെന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഗ്രാൻഡ് എത്യോപ്യൻ റെനൈസൻസ് ഡാം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് നൈലിന്റെ പോഷക നദിയായ ബ്ലൂ നൈൽ നദിയിലാണ്. അപ്പോൾ നൈലിന്റെ പോഷക നദിയാണ് ബ്ലൂ നൈൽ നദി. അതിലാണ് ഈ പറയുന്ന ഗ്രാൻഡ് എത്യോപ്യൻ റെനൈസൻസ് ഡാം എന്ന് പറയുന്ന ഡാം സ്ഥിതി ചെയ്യുന്നത്. അത് എത്യോപ്യയിലാണ്. ഇത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ക്ലാസിക്കൽ ചെസ്സിൽ നിലവിലെ ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അപ്പോൾ എന്താണ് ക്ലാസിക്കൽ ചെസ്സിൽ നിലവിലെ ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര് എന്നുള്ളതാണ്. അഭിമന്യു മിശ്രയാണ്. ഈ അഭിമന്യു മിശ്ര പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഡി ഗുഗേഷിനാണ്. നമുക്കറിയാം ചെസ് ചാമ്പ്യൻഷിപ്പിലെ നിലവിലെ ജേതാവാരാണ്? ഡി ഗുഗേഷ് ആണ്. അപ്പോൾ ഡി ഗുഗേഷിനെയാണ് ആര് പരാജയപ്പെടുത്തിയത്? അഭിമന്യു മിശ്ര പരാജയപ്പെടുത്തിയത്. അതുകൂടി ഓർക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടി നമുക്ക് നോക്കാനുണ്ട്. അതായത് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന വ്യക്തി ആരാണ്? PP തങ്കച്ചൻ. ആരാണ്? PP തങ്കച്ചൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയും അതുപോലെ നിയമസഭാ സ്പീക്കറൊക്കെ ആയിരുന്ന വ്യക്തി. അദ്ദേഹം എന്ത് ചെയ്തു? 2025 സെപ്റ്റംബർ മാസത്തിൽ അന്തരിച്ചു. അതായത് ഇദ്ദേഹം 1991 മുതൽ 95 കാലയളവിലെ നിയമസഭാ സ്പീക്കർ ആയിരുന്നു. അതുപോലെ തന്നെ 1995 ഒരു വർഷക്കാലത്തേക്ക് ഇദ്ദേഹം എന്തായിരുന്നു? ആന്റണി മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. പ്രധാനമായിട്ട് ഒരു ഫോഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? സ്പെഷ്യൽ ടോപ്പിക് അല്ലെ? കാരണം ഈ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്താൽ തന്നെ റാങ്കിങ്ങിൽ ഏകദേശം നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ടാലന്റിന്റെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകളൊക്കെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ബീറ്റ് ഫോറസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന
തയ്യാറെടുക്കുന്നവർക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക്, അതുപോലെ തന്നെ ഫയർമാൻ ആൻഡ് ഫയർ വുമണിന്റെ സ്പെഷ്യൽ ടോപ്പിക്, ഇതൊക്കെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkala.com ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പായിരുന്നു. അതായത് 2025 ഓഗസ്റ്റ് 7 എന്തായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നു. സെപ്റ്റംബർ 9 ഇലക്ഷനും വോട്ടെണ്ണലും അന്ന് തന്നെയായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് PC മോദി ആയിരുന്നു. വിജയിച്ചതാരാണ്? CP രാധാകൃഷ്ണൻ. ഇത്രയും മെയിൻ ആയിട്ട് ഓർത്തു വയ്ക്കുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? കേരള അർബൻ കോൺക്ലേവ് 2025ന്റെ വേദി എവിടെയാണ്? കൊച്ചിയാണ്. സംഘടിപ്പിക്കുന്ന ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. അതിനുശേഷം സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2025 പറഞ്ഞു. 3 കാറ്റഗറിയാണ്. ഒന്ന് 10 ലക്ഷത്തിന് മുകളിൽ ഏതാണ്? ഇൻഡോർ ആണ്. 10 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യ ഉള്ളത് ഏതാണ്? അമരാവതിയാണ്. 3 ലക്ഷത്തിൽ താഴെ ജനസംഖ്യ എവിടെയാണ്? ദേവാസ് ആണ്. ഇത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? ഒരു തീരുമാനത്തെ പറ്റി, ഒരു മന്ത്രിസഭാ തീരുമാനത്തെ പറ്റി പറഞ്ഞു. അതായത് ഡോക്ടർ വിഷ്ണുവർദ്ധനും ബി സരോജ ദേവിക്കും കർണാടക രത്ന പുരസ്കാരം നൽകാനായിട്ട് കർണാടക സർക്കാർ തീരുമാനിച്ച കാര്യം പറഞ്ഞു. അതിനുശേഷം ഒരു വിവർത്തന പുരസ്കാരത്തെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ദ്രാവിഡ ഭാഷ ട്രാൻസ്ലേറ്റേഴ്സ് അസോസിയേഷന്റെ 2025 വിവർത്തന പുരസ്കാരം നേടിയത് ഡോക്ടർ മോഹൻ കുണ്ടാറാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഒരു ജന്മവാർഷികമാണ്. അതായത് ഒരു ആസമീസ് കവി എന്ന് പറയുമ്പോൾ തന്നെ ഭൂപൻ ഹസാരിക നമ്മുടെ മനസ്സിൽ വരും. അദ്ദേഹത്തിന്റെ എത്രാമത്? 100ാമത് ജന്മവാർഷികം 2026 ആചരിക്കുന്നു. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അദ്ദേഹത്തിന്റെ ജനനം 1926 മരണം 2011 ഇദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത് 2019 ഈ 3 വർഷം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്കുള്ള പുതുക്കിയ UPI പരിധി പറഞ്ഞു. 10 ലക്ഷമാണ്. അതിനുശേഷം ഒരു ഡാമിനെ പറ്റി പറഞ്ഞു. അടുത്തിടെ എത്യോപ്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അണക്കെട്ട് ഏതാണ്? ഗ്രാൻഡ് എത്യോപ്യൻ റിനൈസൻസ് ഡാം എന്നാണ് അതിന്റെ പേര്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. ബ്ലൂ നൈൽ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം പറഞ്ഞത് ക്ലാസിക്കൽ ചെസ്സിൽ നിലവിലെ ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അഭിമന്യു മിശ്രയാണ്. അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു. മുൻ മന്ത്രി അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കറൊക്കെ ആയിട്ടുള്ള ആരാണ്? PP തങ്കച്ചൻ അന്തരിച്ച കാര്യം പറഞ്ഞു. അതുകൂടി നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ്? തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ ജൻസി വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതെന്നാണ്? ജപ്പാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഓസ്ട്രേലിയ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 സെപ്റ്റംബറിൽ നാസയിൽ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ്? അപ്പോൾ ശരി ഉത്തരം ഏതാണ്? അമിത് ക്ഷത്രിയ. ആരാണ്? അമിത് ക്ഷത്രിയയാണ്. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ക്രോക്കോതെമിസ് എറിത്രിയ ഏതിനം ജീവി എന്നാണ്? നമുക്കറിയാം അല്ലേ? ഏതാണ്? തുമ്പിയാണ്. അപ്പോൾ ഇതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 സെപ്റ്റംബർ 12, 13 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.